ആ ഇപ്പം പർപ്പിൾ ഹാൽസ്യോ, അതായത് നമ്മളെ അശ്വിനി ചേച്ചി ഇപ്പൊ എത്ര സബ്സ്ക്രിപ്ഷനായി അറിയാം? എത്രേ? 26K 390 ഇൻറ്റു 26,000. അശ്വിനിയുടെ ഒരു മാസം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നേടുന്ന ഇത് എത്രയാ? കൂട്ട് 1,14,00,000. 1,14,40,000. 1,40,000. 1,01,40,000. 1,40,000. 1,40,40,000 ഒരു മാസം സബ്സ്ക്രിപ്ഷനിലൂടെ മാത്രം നേടുന്നതാണ് അശ്വിനി ചേച്ചി. 1,01,40,000. ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഇതിനെക്കുറിച്ച് അഭിപ്രായം എന്താ? അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അവരെങ്ങനെ ജോലി എടുത്തിട്ട് പൈസയാക്കുന്നു. പിന്നെന്താ ജോലി എടുക്കുന്നവർക്ക് അധ്വാനം ഇല്ലാത്ത ജോലി എന്ന് പറയാം. അത് അസൂയപ്പെട്ടിരുന്നും കാര്യമില്ല. ആക്കുന്നവരാക്കട്ടെ, അത് വിട്, ആക്കി മാറ്റി. അതുകൊണ്ടല്ലോ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യണം. ശരി, നെക്സ്റ്റ്. ഒരു ദേവസ്വം ബോർഡ് അമ്പലത്തിൽ നിന്റെ കുടുംബമാണ് തൊഴാൻ പോണത് ഈ ദേശത്തിലെ എന്റെ ഈ വേഷത്തിൽ വിളക്കിറക്കണം ചോദിക്കാം. എനിക്ക് വിളക്കില്ല, എനിക്ക് തൊഴണം അമ്പലത്തിൽ. എന്ത് കുഴപ്പം? എന്താ വിളക്കില്ലാതെ? എനിക്ക് അമ്പലത്തിൽ തൊഴണം. എനിക്ക് വിളക്കില്ലടാ, എനിക്ക് വിളക്കില്ല, എനിക്ക് തൊഴണം. എന്ത് കുഴപ്പം? എന്ത് നീ വിളക്കില്ലാത്ത തൊഴിലിക്കൂല ഇവിടെ? ദേവസ്വം കൂടെ അമ്പലത്തിൽ കയറി നീയാണ് നിന്റെ ദേവസ്വം പ്രസിഡന്റ് കേരളത്തിൽ. കൊറ്റക്കുളങ്ങര ക്ഷേത്രം. കൊറ്റക്കുളങ്ങര പറ. പുറത്താക്കിയതിനെ കുറിച്ചൊന്നും അതിന്റെ അഭിപ്രായം? പുറത്താക്കേണ്ട കേസ് തന്നെയാണ് എന്റെ ഒരു ഇത് വെച്ചിട്ട്. എന്നുവെച്ചാല് വെച്ചാല് വിളക്കെടുക്കുന്നത് പുരുഷന്മാരായിട്ടുള്ള ആൾക്കാര് സ്ത്രീവേഷം കിട്ടിയിട്ട് വന്നിട്ട് വിളക്കെടുക്കുന്നതാണ്. അപ്പം ഇത് കമ്മിറ്റിക്കാർ നടത്തുന്ന ഒരു ദേവസ്വം ബോർഡിന്റെ അണ്ടറിലല്ലാന്ന് തോന്നുന്നു ഈ ഒരു അമ്പലം. ദേവസ്വം ബോർഡിന്റെ അണ്ടറിലല്ല, ഇത് കമ്മിറ്റിക്കാർ വെച്ച് നടത്തുന്നത് തന്നെ. അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ചോദ്യത്തിന് അവിടെ പ്രസക്തി ഇല്ലാണ്ടായി. ദേവസ്വം ബോർഡിന്റെ അണ്ടറിലല്ലേ ഈ അമ്പലം എന്നല്ലേ ഒരു കമ്മിറ്റിക്കാരായിട്ടുള്ളവർക്ക് അത് ചോദ്യം ചെയ്യേണ്ടി വരുന്നത്. കാരണം ഈ പിന്നെ ട്രാൻസ് പേഴ്സൺസ് അവിടെ വന്നിട്ട് അവിടെ വരുന്നത് വേറെ പല ഉദ്ദേശത്തിനായത് കൊണ്ടാണ് ആടെയുള്ള ആൾക്കാര് ചോദ്യം ചെയ്യുന്നത്. അതിനെനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല ഒരു കേസിന്. അതായത് നമ്മളിപ്പം നമ്മളെ ചാനൽ തന്നെ ഇതിനെ കുറിച്ചുള്ള ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അതിന് 1.6 മില്യൺ വ്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കുറേ കമന്റ്സ് വന്നിട്ടായിരുന്നു. കമന്റ് വന്നത് കുറെ നെഗറ്റീവായിട്ടും കുറെ പോസിറ്റീവായിട്ടും, കുറെ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാത്തു സൂക്ഷിക്കണം ഇങ്ങനെയുള്ളവര്. ഞാൻ ഈ ട്രാൻസ്ജെൻഡേഴ്സിന് നമ്മൾ എതിരൊന്നല്ല. ചില കേസിൽ സംഭവം ചോദിച്ചാൽ അവിടെ നടക്കുന്നത് കമ്മിറ്റിക്കാര് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, അതായത് ക്ഷേത്ര പരിസരത്തിനകത്ത് പിന്നെ ഈ ഫോട്ടോഷൂട്ടുകളെല്ലാം ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ഇവര് വരുമ്പോ ഒന്ന് സംഭവം ചോദിച്ചു കഴിഞ്ഞാല് ഈ ഫോട്ടോ ഓൺലൈൻ മീഡിയാസും എല്ലാം കൂടിയിട്ട് അവിടെ ഒരു ഭയങ്കരമായിട്ട് തിരക്കാനുകൂടിയും അവിടുത്തെ ആചാരങ്ങൾ കറക്റ്റായിട്ട് നടക്കാത്ത പിന്നെ സിറ്റുവേഷൻ ഉണ്ടാവുകയും അതിനെ വേണ്ടിയിട്ടാണ് ഇവര് പ്രതികരിച്ചെന്ന് തോന്നുന്നു. അപ്പൊ അതുണ്ടാവാൻ പാടില്ലെന്നല്ലോ. നിങ്ങൾ പുറത്ത് ക്ഷേത്രത്തിന് പുറത്തൊന്നും വേണം കഴിക്കും എത്ര റീൽസോ എത്ര ഫോട്ടോഷൂട്ടോ കഴിക്കുന്നു. അതാണ് അതിനെ കുറിച്ചിട്ട് പറയുള്ളത്. നമ്മളെ പിന്നെ ഒരു ഷോർട്സ് നമ്മ പിന്നെ ഇത് മുമ്പേ ഒരു 7 ദിവസം മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയിട്ട് കാണണം. അടുത്തത് RJ ബിൻസി. വില കൂടിയ ആഭരണം വാങ്ങി കൊളാബ് ചെയ്യാതെ പറ്റിച്ചു. ബിഗ് ബോസ് താരം RJ ബിൻസിക്കെതിരെ പ്രൊമോഷൻ തട്ടിപ്പ് ആരോപണം. അതായത് RJ ബിൻസി എന്ന് പറഞ്ഞിട്ടില്ല, ഇപ്പോഴത്തെ ബിഗ് ബോസ് താരമായിട്ടില്ല. അങ്ങോട്ട് പോയിട്ട് ഈശാ ബേബിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്ന് കൊളാബ് ചോദിച്ചിട്ട് സാധനങ്ങൾ അവര് ഈശാ ബേബിക്ക് അയച്ചു കൊടുത്തിട്ടും കൊളാബ് ചെയ്യാത്തതിനെ തുറന്നിട്ടാണ് ഈ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്.
അതായത് ഇപ്പം നോർമലി ഇതിനെ പിന്നെ അവഹേളിക്കുന്ന തരത്തില് ബിൻസി മറുപടിയും കൊടുത്തിട്ടുണ്ടായിന്. അതിപ്പം ചെറിയ പേജ് ആയിക്കോട്ടെ വലിയ പേജ് ആയിക്കോട്ടെ, നമ്മള് കൊളാബ് തരുന്ന ഒരു മാന്യത എന്നുള്ളത് ഇപ്പഴത്തെ ആക്ച്വലി ഇത് അങ്ങോട്ട് പോയി ചോദിച്ചതാണല്ലേ, അങ്ങോട്ട് ഇവരെ ഞാൻ ഇത് കൊളാബ് ചെയ്യാന്ന് ബിൻസി എന്ന് കുറച്ച് പറയുന്നത് ഫോളോവേഴ്സ് വന്നിരുന്നു. ആ സമയത്ത് ഫെയിമും കൂടി അല്ല, ബിഗ് ബോസ് ഫെയിം അല്ല ഉണ്ടായത്. ഏകദേശം 1.5 വർഷം മുന്നേ ആണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം ജസ്റ്റ് ഫോളോവേഴ്സിനെ നോക്കിയിട്ട് അടുത്തത്തെ ഇഷാബിപ്പിക്കുന്ന അവര് ഓക്കെ കൊളാബ് ചെയ്തേട്ടെ, അന്നേരം ഇവരൊരു ചെറിയ പേജായിരുന്നു. അപ്പൊ ഓക്കെ എന്നുള്ള അർത്ഥത്തില് അയച്ചു കൊടുക്കുകയും പിന്നെ അതിനെ തുറന്നിട്ട് ഇവര് ആരോഗ്യ പ്രശ്നം അങ്ങനെയെല്ലാം പറഞ്ഞ സമയത്തും ഇവര് അത് ഓക്കെ എന്നുള്ള രീതിയിൽ വിട്ടിട്ടും 1.5 വർഷം കഴിഞ്ഞിട്ടും ഇതിനുള്ള ഒരു മറുപടിയും ഇല്ലാത്തതിനെ തുറന്നിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു പേജ് പോസ്റ്റ് ഇടേണ്ടി വരുന്നത്. അതെന്തായാലും മോശമായി പോയി. ഒരു പിന്നെ കൊളാബ് അങ്ങോട്ട് ചോദിച്ചിട്ടോ അല്ല ഇങ്ങോട്ട് വന്നാലും ശരി, നമ്മ ഓക്കെ പറഞ്ഞെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാല് അത് ചെയ്ത് തീർക്കണം. അത് എന്ത് ചെറിയ രീതിയാണെങ്കിലും, അത് 100 രൂപേന്റെ സാധനമാണെങ്കിലും 10,000 രൂപേന്റെ സാധനമാണെങ്കിലും അത് ചെയ്ത് തീർക്കണം. ഇപ്പം ഈ ബിൻസി എന്ന് പറയുന്നത് പിന്നെ എന്താണ് ഒരു സാധാരണ ഓട്ടോറിക്ഷക്കാരന്റെ മകളാണ് അല്ലെ, ചാച്ചനോ അതായത് ഓളന്നെ അതിനിടക്ക് എന്തോ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്. പിന്നെ ഇങ്ങനെ ജോലിനെ തരം താഴ്ത്തി കാണാൻ പാടില്ല, ചെറിയ കാണാൻ പാടില്ല പറഞ്ഞ ബിൻസി തന്നെ ഇത് ഈ 100 രൂപേന്റെ സാധനങ്ങളാണോ വില പിടിച്ച സാധനങ്ങൾ, ചിലപ്പോ അത് അവർക്ക് വില പിടിച്ച സാധനങ്ങളായിരിക്കും, അതുകൊണ്ടായിരിക്കും അവര് അല്ലേ. അത് എന്തായാലും മോശമായി പോയി ബിൻസി. അടുത്ത നെക്സ്റ്റ് അപരാധം. സംവിധായകനുമായ രഞ്ജിത്തിനെ ഇന്നലെ രാത്രിയിൽ തൊടുപുഴയിൽ മുട്ടത്തിനടുത്ത് വെച്ച് പോലീസ് പിടികൂടി. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധന പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന്റെ വസതിക്ക് മുന്നിൽ എത്തിച്ച് മജിസ്ട്രേറ്റിനിൽ റിമാൻഡ് റിപ്പോർട്ട് കൊടുത്ത് 14 ദിവസത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നു രഞ്ജിത്തിനെ എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എറണാകുളം സബ് ജയിലിലേക്കാണ് രഞ്ജിത്തിനെ കൊണ്ടുപോകുന്നത്. നമുക്കൊപ്പം ആദിൽ പാലോടും ശരണുമുണ്ട്. ആദിൽ പാലോട്, ശരൺ, രഞ്ജിത്ത് മുൻപ് കൊടുത്ത 2 ലൈംഗിക പീഡന കേസിലും മുൻകൂർ ജാമ്യത്തിലായിരുന്നു. അതിലൊരു കേസിൽ രഞ്ജിത്തിനെ കുറ്റവിമുക്തനാക്കിയതാണ്. അന്ന് സാഹചര്യ തെളിവുകൾ രഞ്ജിത്തിന് അനുകൂലമായിരുന്നു. എന്നാൽ ഇന്ന് സാഹചര്യ തെളിവുകൾ പ്രതികൂലമായി. ആ പെൺകുട്ടിയുടെ മൊഴിയടക്കം വിശദമായി രേഖപ്പെടുത്തി പോലീസ് പഴുതടച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രാഥമിക തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം ഇപ്പോൾ രഞ്ജിത്തിനെ പിടികൂടിയിരിക്കുന്നത്. മലയാള സിനിമയുടെ ഭീഷ്മർ എന്നൊക്കെ പറയാം. ലൈംഗിക കേസിൽ പ്രതിയായി 14 ദിവസത്തെ റിമാൻഡ്. എന്താണ് അഭിപ്രായം? അഭിപ്രായം ഉണ്ടോ? ഓരോ അഭിപ്രായമില്ല. ഇത് സംഭവം ചോദിച്ചു കഴിഞ്ഞാല് മുമ്പ് ഈ സിനിമാ മേഖലയിൽ ഭയങ്കരമായിട്ട് ലൈംഗിക അതിക്രമവും പിന്നെ ഈക്വാലിറ്റി ഇല്ല, പെണ്ണുങ്ങളും ആണുങ്ങളും നമ്മൾ ഈക്വാലിറ്റി ഇല്ല നമ്മൾ ഭയങ്കര പ്രശ്നം നടന്നിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടെല്ലാം കൊണ്ടുവന്നിട്ടായിരുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിൽ ഭയങ്കരമായിട്ട് ഉണ്ടായ സംഭവം. എല്ലാവരും കുടുങ്ങും ആടെ പ്രശ്നം ഇവിടെ പ്രശ്നം അവിടെ പ്രശ്നം. സിദ്ദിഖ് മറ്റേ ഗണേഷ് കുമാർ ഇപ്പം വന്നത് സിദ്ദിഖ് ഇവനെന്നെ പിടിച്ചു, പിന്നെ ജയസൂര്യ പീഡിപ്പിച്ചു, നിവിൻ പോളി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളൊന്നായിരുന്നു. ആ സമയത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവം വന്നായിരുന്നു. ബാക്കിയെല്ലാം പെൺകുട്ടികളാണ്. ഒരു ആൺകുട്ടിയാണ് പിന്നെ രഞ്ജിത്തിനെതിരെ കംപ്ലൈന്റ് കൊടുത്തത്. അതായത് മോഹൻലാലിന്റെ ഒപ്പം അഭിനയിച്ചിട്ട് സൂപ്പർ സ്റ്റാർ പദവിയിലെത്തിക്കാന്ന് പറഞ്ഞിട്ടാണ് ബാംഗ്ലൂർ വെച്ചിട്ട് ഒരു ഹോട്ടലിൽ വെച്ചിട്ട് പീഡിപ്പിച്ചു, പിന്നെ നഗ്നനാക്കിയിട്ട് കണ്ടു എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു കേസ് വന്നു. അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസായിരുന്നു. പക്ഷെ അതൊക്കെ തേച്ച് മാഞ്ഞ് അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഭരിച്ചത് CPM പാർട്ടിക്കാരനായിരുന്നു ഇവൻ. അപ്പോൾ ഇവൻ്റെ കുറേ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒന്നാമത് ഇവൻ നല്ലൊരു പാർട്ടി പ്രവർത്തനം തന്നെ. പാർട്ടി പ്രവർത്തനം ഓപ്പൺ ആയിട്ടില്ല, CPM അനുഭാവിയാണ്. അതുകൊണ്ടാണല്ലോ മറ്റേ അത് ഇതിൻ്റെ ചെയർമാനൊക്കെ ആക്കി വെച്ചത്. ഒന്നിൻ്റെ ഒരു ചെയർമാനാണ്. അപ്പൊ ഇപ്പം എലക്ഷൻ വന്നു കിട്ടി. ഇനിയിപ്പം പോലീസ് വലിയ കൺട്രോൾ ഉണ്ടാവില്ല, ഇതിന്റെ പിണറായി വിജയന്റെ കൺട്രോൾ ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം ഇപ്പം അറസ്റ്റിലേക്ക് പോയത് എന്നാണ് എൻ്റെ ഒരു ഇത്. അറിയില്ല. ശരി, അത് വിട്. എന്തായാലും നന്നായി. അല്ല പറയാനും കഴിയില്ല ചിലപ്പോ. അത് സത്യം ഒന്നും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഇപ്പൊ 14 ദിവസം റിമാൻഡ് ചെയ്തു. ഇനി ഇത് പിന്നെ തെളിവ് അങ്ങനെയല്ല, തെളിവ് ഏതോ യുവനടീനെ കാരവാനിൽ പിടിച്ചേരാന്ന് പറഞ്ഞത്.
അതിന് ഇവൻ പറഞ്ഞത് അതിന് ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ആ സമയത്ത് ഇവിടെ അഭിനയം ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞത് അവർക്ക് ദേഷ്യമായി, അതുകൊണ്ടാണ് ഇങ്ങനത്തെ കേസ് കൊടുത്തതെന്ന് പറഞ്ഞത്. ഇതൊക്കെ നന്നായിട്ട് അഭിനയിക്കാൻ ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല ഈ സമയത്ത്. മനഃപൂർവ്വം ചിലപ്പോൾ ഉണ്ടാക്കാം, ഇല്ലാതായിരിക്കാം. ശരി, വരുന്നിടത്ത് കാണാം. അടുത്തത് നെക്സ്റ്റ് കഴിഞ്ഞോ? ഇതൊക്കെയാണ് അപരാധങ്ങൾ. പിന്നെ ഒരു 3 റീലുണ്ട്. ഉണ്ട് ഇനിയുണ്ട്. അടുത്ത അപരാധം അഞ്ജലി നായർ. വിട്ടുപോകരുത് പ്രധാനപ്പെട്ടത് എഴുതിയിട്ടാണ്. നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കളേത്, അല്ലെ? ഇംഗ്ലീഷ് മീഡിയം ചേർക്കുക എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരുടെയും ചേർത്തിട്ടുള്ള സ്വപ്നമാണ്. അത് ഇതിലൂടെ സാധ്യമാകാൻ പോവുകയാണ്. കുറച്ചു മാത്രമേ ഒറ്റ സംശയം മാത്രമേ ഉള്ളൂ, ബുദ്ധിയില്ലാത്തവരെ തെരഞ്ഞു കണ്ടുപിടിച്ച് NDA അല്ലെങ്കിൽ BJP-യിലേക്ക് എടുക്കുന്നതാണോ, അല്ല ഇതിൽ വന്നതിന് ശേഷം ഇവർക്കെല്ലാം ബുദ്ധി ഇല്ലാതാവുകയാണ്? അല്ല, അതിൽ അവര് പറയുന്നുണ്ടല്ലോ, എന്നെ നോക്കിയിട്ട് നിങ്ങൾ വോട്ട് ചെയ്യണ്ട, എന്റെ പിന്നിലുള്ള ശക്തിനെ നോക്കിയിട്ടാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് പരാമർശിക്കുന്നുണ്ട് അതില്. അങ്ങനെ ഇവള് കൊറേ ഇവളെന്ന് പറഞ്ഞ ഇവര് പിന്നെ കൊറേ ഉണ്ട്. ഒന്നാമത്തെ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ കാര്യം എനിക്ക് കുറച്ചൊരു മിനിമം അപ്ഡേഷൻ പോലും ഇല്ലാണ്ട് ഇവരൊന്നും ഒട്ടുമില്ലാത്ത ഈ ചക്ക താമര അല്ലാണ്ട് ചക്ക പൊളിച്ചാലും താമര പോലെ ഉണ്ട്, ചക്കയുടെ ആക്കിട്ട് പറഞ്ഞത് അതാ ഭയങ്കര ട്രോളായിട്ട് ഒന്ന് ഏറെ പോയതാണ്. ഇപ്പൊ വീണ്ടും എയറിലേക്ക് കഴിഞ്ഞാൽ ഫുൾ എയർ ആയിരുന്നു ഈ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ കാര്യത്തിൽ. ഇംഗ്ലീഷ് മീഡിയം പിന്നെ സർക്കാർ സ്കൂളുകളിൽ തുടങ്ങിയിട്ട് എനിക്ക് എന്റെ അറിവിൽ തന്നെ 25 കൊല്ലായി. 25ഓളം കൊല്ലത്തിന് 400 നൂറ്റാണ്ടായി പിന്നെ സർക്കാർ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം സ്റ്റാർട്ട് ചെയ്തിട്ട്. അത് പിന്നെ മൊത്തമല്ല, എല്ലാ ഗവൺമെന്റ് സ്കൂളും അല്ല, 2000-ലാണെന്ന് തോന്നുന്നു, 2000 സംതിങ്ങിലാണ് ഇംഗ്ലീഷ് മീഡിയം സ്റ്റാർട്ട് ചെയ്തത്. 1-2 സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത് 2000-ലാണ്. അതിനുശേഷം നന്നായിട്ട് വരുന്നത് ഈ ഉമ്മൻചാണ്ടി ഗവൺമെന്റിനാണ് കുറച്ചും കൂടി വിപുലീകരിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം പറഞ്ഞിട്ട്. 2016 ആകുമ്പോഴേക്കും മൊത്തമായിട്ട് ഇപ്പൊ എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. എടുക്കേണ്ടവർക്ക് എടുക്കാം, ഇംഗ്ലീഷ് മീഡിയം എടുക്കാം, ഇല്ലെങ്കിൽ മലയാളം മീഡിയം എടുക്കാം. ഇതിനെക്കുറിച്ച് ഒരു യാതൊരു വിവരമില്ലാത്ത അഞ്ജലി നായർ, അഞ്ജലി PV, കുറച്ചുപോലും അപ്ഡേഷൻ ഇല്ലാണ്ട് ഇവരെല്ലാം എന്തിന്റെ ബേസിൽ പിടിച്ചിട്ടാണ് സ്ഥാനാർത്ഥിയാക്കുന്നത് മനസ്സിലാക്കുന്നത്. അത് തന്നെ ചാണകത്തെ ചവിട്ടിയാൽ ഇങ്ങനെ ഉണ്ടാവില്ല സംഭവം. ഇതില് വേറൊരു സംഭവം കൂടി നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവര് അഞ്ജലി വോട്ട് പിടിക്കാൻ പോയതാ. വോട്ട് പിടിക്കാൻ പോകുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല്, ഞാൻ ദൃശ്യത്തില് മോഹൻലാൽ ലാലേട്ടനപ്പുരം അഭിനയിച്ചാണ്, അവിടെ ഇത് അഭിനയിച്ചത് ഇതൊക്കെ പറഞ്ഞിട്ടാണോ വോട്ട് പിടിക്കണ്ടേ? ആണോ? നീ പറ. അതങ്ങനെ ഒരു അപരാധം. ആ അപരാധം അവിടെ തീർന്ന് അതിന് അടുത്ത് നെക്സ്റ്റ് അപരാധം. ഇത് അപരാധമല്ല, ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ്. ഞാനൊരു 3 വീഡിയോ കാണിക്കാം കുഞ്ഞു. അതില് ഇത് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്നതാണ്. പക്ഷെ ഇത് നേരിട്ട് കാണുമ്പം ഇതിൽ ഒരു പ്രശ്നമില്ലാത്തതായിട്ട് തോന്നും. പിന്നെ അതിൽ തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്, ബിഫോർ യു ജഡ്ജ് മീ സൂം ദി വീഡിയോ ആൻഡ് വാച്ച് കെയർഫുള്ളി. ഓൺ March 15 while traveling around from Changanajeri to Ernakulam south on Vanjinad Express, I went through something deeply uncomfortable. ഓക്കെ, ഇനി ഞാൻ ഇത് സൂം ചെയ്ത് നോക്കി. സൂം ചെയ്ത് നോക്കുമ്പം ഇതാ സൂം ചെയ്ത് നോക്കുമ്പം കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു. ഓ ഇങ്ങനെ കണ്ടോ, പാമ്പിന്റെ നാവിട്ടിളക്കുന്നവരടക്കം. ഇവന്റെ ഒരു വീഡിയോ മാത്രല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇവനെ ഈ പിന്നെ ഇതില് കാണാറുണ്ട്. അടുത്തത് പാർട്ട് 2. ഇവനൊക്കെ എന്താ ചെയ്യണ്ടേ? ഇവനൊക്കെ വെടിവെച്ച് കൊള്ളണമെന്നല്ലാണ്ട്. അടുത്തത് പാർട്ട് 3. ഡിഫറെന്റ് ആയിട്ട് ഇവക്ക് അയച്ചു കൊടുത്തത്. ഇവ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടു, അതിനുശേഷം ബാക്കി 2 വീഡിയോ കിട്ടി. സെയിം വ്യക്തി എടുത്തു വെച്ചത്. ഇത് വേറെ ആൾക്കാരെ അയച്ചതാണ്. ഓൺലി ഗേൾസിന്. ഇത് വേറെ അയച്ചത്. ദിസ് വീഡിയോ സെൻഡ് ടു മീ
by another girl who faced a similar situation from the same man. അപ്പൊ ഇവനെ സ്ഥിരം പരിപാടിയാണ് ട്രെയിനിൽ പോയിട്ടുള്ള ഈ പരിപാടി. ഇവനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി എല്ലാം ശ്രദ്ധിച്ചോ. ഇവനെ ഏതെങ്കിലും ട്രെയിനിൽ കണ്ടത് ഏത് ട്രെയിനാണ് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടല്ല മുമ്പിൽ ചങ്ങനാശ്ശേരി ടു ഏതോ ട്രെയിനാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കഴിഞ്ഞ ആഴ്ചയിലെ അപരാധങ്ങൾ. വേറെ ഒന്നും പറയണ്ട, ഉണ്ട്. ഓക്കെ, ഇനിയും എല്ലാ ആഴ്ചയിലും കുറേ അപരാധങ്ങൾ നടക്കട്ടെ. അപരാധങ്ങളൊക്കെ റിയാക്ട് ചെയ്യാൻ നമ്മൾ 2 അപരാധങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ പറഞ്ഞു. ഇത് സ്ഥിരം ക്ലീശ ആണല്ലേ, അപ്പോൾ ഒന്നും ചെയ്യണ്ട, ചെയ്തോ. ഓക്കെ, ബൈ.